ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സിലൂടെ കൂടി പോയത്. ആ ഫ്രണ്ട്സുകൾക്ക് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് അപകടം ഉണ്ടായത്. കൂടെയുള്ളവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് മാത്രമാണ് എന്ത് സംഭവിച്ചത്. പ്രധാനമായിട്ട് സംശയിക്കാനുള്ള കാരണം മോളെപ്പോഴാണ് ലാസ്റ്റ് വിളിച്ചത്? ലാസ്റ്റ് ഒരു കറക്റ്റ് സമയമില്ല, രാത്രി ഒരു കിടക്കുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. ഒരു 10 മണിയായോ ഒന്നും അറിയുന്നില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ റിപ്ലൈ ചെയ്തു, സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. ഹാപ്പി ആയിരുന്നു? നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് അവള് പോയത്. പോകുമ്പോൾ തന്നെ അവിടുത്തെ മുന്നേ 2-3 പ്രാവശ്യം സംസാരിച്ചു. ഒരു വട്ടം ഉച്ചൻ്റെ കുറച്ച് മുമ്പാണ് പുറപ്പെടാണ് ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോവാന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. നല്ല ഹാപ്പിയിൽ നമ്മൾ പോയത്, നല്ല സന്തോഷമായിരുന്നു. നാളെ രാവിലെ തിരിച്ചു വരും, വർക്കുള്ളതാണ് നമുക്ക്, അപ്പം വർക്കുള്ളതാണ്, പെട്ടെന്ന് രാവിലെ തിരിച്ചു വരും. എന്നാ പോയത് ഇവിടുന്ന്? ബുധനാഴ്ച ഉച്ചൻ്റെ മുന്നേ അവൾ വിളിച്ചത് പോയിക്കൊണ്ടിരിക്കണ്ട്. ഇവിടുന്ന് പോയത് ഞായറാഴ്ചയാണ് ആക്കി കൊടുത്തത്. അവൾ കോഴിക്കോടാണ് താമസം. ഉമ്മ എവിടെ പോയിരുന്നു? സ്ഥലത്ത് പോയിരുന്നു? കോഴിക്കോടോ? അല്ല, വയനാട്ടിൽ പോയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഞാൻ. ഈ ഒപ്പമുള്ളവരെയൊക്കെ കണ്ടോ? ഒപ്പമുള്ളവരൊക്കെ എനിക്ക് കണ്ടാലറിയാം. ആരൊക്കെ കണ്ടപ്പോ ഇനി വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് എനിക്കിങ്ങനെ എനിക്ക് കുറച്ച് പ്രഷർ ഷുഗറൊക്കെ കൂടി വയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയാം. അവരെയൊക്കെ ചില പേരെയൊക്കെ കണ്ടാൽ ഞാൻ അറിയാം. എന്തായാലും ഇതൊരു സത്യാവസ്ഥ പുറത്തു വരണം. എന്തായാലും സത്യാവസ്ഥ ഇപ്പൊ ശരിക്കും നമ്മുടെ ഒരു സംശയത്തിൽ തന്നെയാണ്. നമുക്ക് മാത്രം എന്താ പറ്റിയ ഓർമ്മ വരെ മോളെ സംസാരിച്ചത് വ്യക്തമായിട്ടില്ലെങ്കിലും ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. എന്നെ